കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പെരുന്നാൾ സ്പെഷ്യലായിട്ട് നമുക്കിന്ന് നല്ലൊരു മന്തി ഉണ്ടാക്കിയാലോ. ഇതിൽ നമ്മൾ ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തതിന് ശേഷമാണ് മന്തി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ചിക്കൻ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുമാത്രമല്ല നമ്മൾ സ്പെഷ്യലായിട്ട് പൊടിച്ചുണ്ടാക്കിയ മന്തി മസാലപ്പൊടിയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു റൈസും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ റൈസും ചിക്കനും ഒക്കെ അടിപൊളിയാണ്. പെരുന്നാളിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം മന്തി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം മന്തി മസാലപ്പൊടിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ഒരു 1.5 ഇഞ്ച് നീളവും 1/2 ഇഞ്ച് വീതിയുള്ള ഒരു പട്ടയാണ് കേട്ടോ. കുറച്ച് വലിയ കഷ്ണം പട്ട ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഏലക്കായി, 8 ഗ്രാമ്പു, പിന്നെ ഒരു തക്കോലം ചേർക്കുന്നുണ്ട്. അതും നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി അഥവാ ഇല്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് മല്ലിപ്പൊടി ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട്, 2 ടീസ്പൂൺ ചെറിയ ജീരകം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറ് നല്ലോണം മാറി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മളിതിൽ ജാതിക്ക പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജാതിക്കയുടെ പൊടിയല്ല, ജാതിക്ക മുഴുവനായിട്ടാണ് ഉള്ളതെങ്കിൽ ഒരു ജാതിക്കയുടെ ഒരു 1/4 ഭാഗം ഇതിലേക്ക് ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പൊടി ആയതുകൊണ്ട് ലാസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലോണം മാറി വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. ഇത്രയും സമയം റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ചെറിയൊരു കളറ് മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1/2 ടീസ്പൂൺ ജാതിക്ക പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജാതിക്ക പൊടി അല്ലെങ്കിൽ നേരത്തെ തന്നെ ചേർക്കണം. പൊടി ആയതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഓഫ് ചെയ്തതിന് ശേഷം ചേർക്കുന്നത്. അപ്പോൾ ഇതിലുള്ള എന്ത് സാധനങ്ങളും നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ പൗഡറാണ് ഉള്ളതെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല. ജാതിക്ക പൊടിയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലായപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മന്തിക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ 1/4 പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ചിക്കൻ 4 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ആ രീതിയിലുള്ള 5 കഷ്ണം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 1.5 കിലോയോളം ചിക്കൻ ഉണ്ടാവും. അപ്പോൾ ഈ വലിയ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ ആഴത്തിലങ്ങ് വരകളിട്ട് കൊടുക്കാം, നല്ലോണം വേവാൻ വേണ്ടിയും മസാല പിടിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ കഷ്ണം ചിക്കനിലും ഇതുപോലെ നല്ല ആഴത്തിലങ്ങ് വരകളിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ ബൗൾ എടുത്തിട്ട് ആദ്യം തന്നെ നമുക്കതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മന്തി മസാലപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചാട്ട് മസാല പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക. ചേർത്ത് കഴിഞ്ഞാൽ ചിക്കന് നല്ല ടേസ്റ്റാണ്, ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഞാൻ ഒലീവ് ഓയിലാണ് ചേർത്തത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്തു. 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് നല്ല കളറാണ് കേട്ടോ. ആ ഒരു മന്തി മസാല പൊടി ഉണ്ടല്ലോ നമ്മൾ തയ്യാറാക്കിയത്, അത് ചേർത്ത് മിക്സ് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ഡാർക്ക് കളറ് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ മസാല പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നമ്മൾ ആഴത്തിൽ വരകൾ ഇട്ട് കൊടുത്തല്ലോ, അതിൻ്റെ ഉള്ളിലൊക്കെ മസാല നല്ലതുപോലെ പിടിപ്പിച്ച് കൊടുക്കുക. മസാല പുരട്ടിയതിന് ശേഷം ഞാനിത് അടച്ച് വെച്ചിട്ട് ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിനി സമയമില്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ വെച്ചാലും മതിയാവും. അപ്പോൾ ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ താഴെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നല്ലോണം മസാല പുരട്ടിയതിന് ശേഷം ഞാനിത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് വേണ്ടത് സെല്ല ബസ്മതി റൈസാണ്. ഞാനിവിടെ വെള്ള കളറിലുള്ള സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ഗോൾഡൻ സെല്ല റൈസും യൂസ് ചെയ്യാം. അപ്പോൾ 3 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് ഒരു 1/2 മണിക്കൂർ വെക്കുക. നമ്മൾ മന്തി ഉണ്ടാക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ മുന്നേ ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അരി ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലോട്ട് ഞാൻ 1/2 കപ്പോളം ഓയിൽ ഒഴിക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ വെച്ചിട്ട് ചെയ്യാം. വെളിച്ചെണ്ണയേക്കാളും ഇങ്ങനെയുള്ള ഓയിലൊക്കെ ആയിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനും ഈ പാനിലോട്ട് വെച്ച് കൊടുക്കുക.
അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം. സ്പീഡ് കുറച്ച് വേണം വേവിക്കാനായിട്ട്, കാരണം വലിയ പീസാണല്ലോ, അത് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ നമ്മൾ കുറേ സമയം മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിത് ഒരു ഭാഗം റെഡിയാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ആ ഭാഗവും കൂടി നല്ലതുപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസും കൂടി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു വലിയ പാത്രം ചൂടാക്കി അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്ക്ക് പകരം ബട്ടറും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 2 വലിയ കഷ്ണം പട്ട, ഒരു ബേ ലീഫ് ഇത്രയും ചേർക്കാം. അതിനുശേഷം 2 സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർക്കുക. ഒരു 4 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഈ സവാള നല്ല സോഫ്റ്റായി കളറൊക്കെ നല്ലോണം മാറി വരുന്നത് വരെ വഴറ്റണം കേട്ടോ. നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ സവാള ഒരു ഗോൾഡൻ കളറായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഏകദേശം ഒരു 1-1.25 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇനി ഇതും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റുക. ഞാൻ പറഞ്ഞല്ലോ, സവാള അത്രയും നല്ല സോഫ്റ്റായി നല്ലോണം കളറ് മാറി വരുന്നത് വരെ, കണ്ടില്ലേ, ഈ ഒരു രീതിയിലാവുന്നത് വരെ വഴറ്റിയെടുക്കണം. എങ്കിൽ മാത്രമാണ് റൈസിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മന്തി മസാലപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ റൈസിന് നല്ല ഫ്ലേവർ കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഏകദേശം 1 മിനിറ്റ് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 4.5 കപ്പ് വെള്ളം ചേർക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. ചൂടുവെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 കപ്പ് റൈസ് എടുത്തതുകൊണ്ട് 4.5 കപ്പ് വെള്ളം, 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം 2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലോണം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അധികം ചേർക്കാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു പാകത്തിലാണ് ചേർത്തത്. അതിനുശേഷം ഇത് തിളക്കാനായിട്ട് നമുക്കിതിവിടെ അടച്ചു വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായത് നമുക്കിവിടെ മാറ്റി വെക്കാം. അതുപോലെ നമ്മുടെ വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കുതിർത്ത് വെച്ച റൈസ് അതിലെ വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വീണ്ടും അടച്ചു വെക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. വെള്ളം നല്ലോണം തിളക്കണം. അപ്പോൾ ഇത് നമ്മൾ റൈസ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തുറന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് വീണ്ടും അടച്ചു വെക്കുക. എന്നിട്ട് നല്ലോണം ഫ്ലെയിം കുറച്ച് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് സമയം വേവിക്കുമ്പോഴേക്കും നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനെ സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർക്കോളൊന്ന് കത്തിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ചാർക്കോള് കത്തിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത് സ്മോക്ക് ചെയ്യുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ ഇതുപോലെ കത്തിക്കാൻ വെച്ചാൽ മതി. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നല്ലോണം കത്തിയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ റൈസ് വേവിക്കാൻ വെച്ചിട്ട് 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നിട്ടൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഇത് റൈസ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ചൂടോടുകൂടി നോക്കുമ്പോൾ ചെറുതായിട്ടൊരു കുഴഞ്ഞതുപോലെ തോന്നും. അത് കുഴപ്പമില്ല. നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞ് വിളമ്പാനൊക്കെ ആകുമ്പോഴേക്കും നല്ലതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. നടുവിലായിട്ട് ഞാനൊരു സ്റ്റീൽ ബൗൾ വെച്ചിട്ടുണ്ട് നമ്മുടെ ചാർക്കോൾ ഇടാനായിട്ട്. അപ്പോൾ ചാർക്കോൾ നല്ലോണം കത്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ഒരു സ്റ്റീൽ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പുക വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ഇതങ്ങ് അടച്ചു വെക്കുക. എന്നിട്ടൊരു 3-4 മിനിറ്റ് സമയം
ഇതിങ്ങനെ അടച്ച് വെക്കുക. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. സ്മോക്ക് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ ചെറിയ തീയിലങ്ങ് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഒരു 4 മിനിറ്റ് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിൽ കുറച്ച് സവാളയൊക്കെ വറുത്തിടണം. അത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞത് ചേർത്ത് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞല്ലോ, നെയ്യ് അധികം വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കാം. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസിന് വേറെ തന്നെ ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കശുവണ്ടി ചേർത്ത് അതും കൂടി റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിതിൽ ബദാമൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് എല്ലാം കൂടി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പുകയൊക്കെ പോയിട്ട് ഈ ബൗള് ഞാൻ മാറ്റുകയാണ്. അതിനുശേഷം നമ്മളിപ്പോൾ വറുത്തെടുത്ത ഈ നെയ്യും നമ്മുടെ നട്ട്സും സവാളയൊക്കെ മുകളിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. നെയ്യൊക്കെ ചിക്കൻ്റെ മുകളിലും നമ്മുടെ റൈസിലൊക്കെ നല്ലോണം നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മുഴുവനും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. 1 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ മതി. അങ്ങനെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് തുറന്ന് നോക്കാം. നമ്മുടെ അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റിയാണ്. റൈസിനും ചിക്കനും ഒക്കെ ഒരു വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ വിളമ്പി കഴിഞ്ഞിട്ട് കാണുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് ഉണ്ടാവുക. നട്ട്സും നമ്മുടെ നല്ല അടിപൊളി ചിക്കനും റൈസും ഒക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ ഇന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു സ്പെഷ്യൽ ടൊമാറ്റോ ചട്നി, അതായത് ടൊമാറ്റോ സാൽസ കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഈ തക്കാളി കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള, പിന്നെ ഒരു പച്ചമുളക്, നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ 2 എണ്ണം ചേർക്കാം, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരായാലും മതി. പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. അതിന് പകരം ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ചേർത്താലും മതി. പിന്നെ കുറച്ചൊരു 1.5 ടേബിൾ സ്പൂൺ വരെ മല്ലിയില, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിന്ന് ഈ ടൊമാറ്റോ സാൽസ ഉണ്ടാക്കുന്നത് നമ്മുടെ അഗാരോ മിക്സിയിലാണ് കേട്ടോ. അഗാരോ ന്യൂട്രി ബ്ലെൻഡറിലാണ്. ഇതിപ്പോൾ ഞാനൊരു 5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പോഴും സൂപ്പറാണ് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നല്ലതുപോലെ അടിച്ചെടുത്ത് നമ്മുടെ ടൊമാറ്റോ സാൽസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇന്നത്തെ മന്തിയും ഈ ഒരു ടൊമാറ്റോ ചട്നിയും ഒക്കെ ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ അറിയിക്കുന്നു. താങ്ക്